മനുഷ്യരുടെ കണ്ണിൽപ്പെടാത്ത ഒരു ലോകത്തെക്കുറിച്ചുള്ള ഒരു കഥ കേട്ടിട്ടുണ്ടോ? ഒരു കാലത്ത് പൂക്കൾക്കിടയിലും മരങ്ങളുടെ നിഴലിലുമായി ഒരു ചെറിയ ലോകമുണ്ടെന്ന് ആളുകൾ വിശ്വസിച്ചിരുന്നു. ആ ലോകത്തിൽ താമസിച്ചിരുന്നത് ഫെയറികളായിരുന്നു. പ്രകൃതിയെ സ്നേഹിക്കുകയും അതിനെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്ന കുഞ്ഞൻ ജീവികൾ. ഒരു ദിവസം ഒരു ചെറിയ പെൺകുട്ടി പരിക്കേറ്റ ഒരു പക്ഷിയെ കണ്ടെത്തി. അവൾ അതിനെ കരുതലോടെ പരിചരിച്ച് വീണ്ടും ആകാശത്തേക്ക് പറക്കാൻ സഹായിച്ചു. അന്ന് രാത്രി അവളുടെ ജനാലയ്ക്ക് പുറത്തൊരു മൃദുവായ വെളിച്ചം തെളിഞ്ഞു. അതൊരു ഫെയറി ആയിരുന്നു. നിന്റെ ദയക്ക് നന്ദി, ഫെയറി പറഞ്ഞു. പക്ഷേ മനുഷ്യരുടെ ലോകത്ത് ഞങ്ങൾക്ക് സുരക്ഷിതമായി ജീവിക്കാൻ കഴിയുന്നില്ല. ഞങ്ങളുടെ വീടുകൾ ഒന്നൊന്നായി ഇല്ലാതാക്കുകയാണ്. ഫെയറിയുടെ വാക്കുകൾ കേട്ടപ്പോൾ അവൾക്ക് വിഷമമായി. അടുത്ത ദിവസം ഇലകളും പൂക്കളും ചെറിയ കല്ലുകളും ഉപയോഗിച്ച് അവൾ ഒരു കുഞ്ഞൻ വീടുണ്ടാക്കി. ഇത് ചെറുതാണെങ്കിലും നിനക്കൊരു വീടാകട്ടെ, അവൾ പറഞ്ഞു. ആ രാത്രി മിന്നാമിനുങ്ങുകൾ ആ വീടിനു ചുറ്റും നൃത്തം ചെയ്തു. കാറ്റ് മൃദുവായി പാട്ടുപാടി. ഫെയറികൾക്കൊടുവിൽ ഒരു വീട് ലഭിച്ചു എന്ന് ആളുകൾ വിശ്വസിച്ചു. അതുകൊണ്ടാവാം ഇന്നും ആളുകൾ ചെറിയ ഫെയറി ഹൗസസ് ഉണ്ടാക്കുന്നത്. ഫെയറികളെ ക്ഷണിക്കാനല്ല, പ്രകൃതിയോടുള്ള സ്നേഹവും അത്ഭുതവും മറക്കാതിരിക്കാൻ. കാരണം ഓരോ മരവും, ഓരോ പൂവും, ഓരോ ചെറിയ ജീവനും ഈ ലോകത്തിന്റെ മാജിക്കിന്റെ ഭാഗമാണ്.